നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളും ഗ്രഹങ്ങളും എല്ലാം ചേർന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ എത്ര ശതമാനം വരുമെന്നറിയാമോ? വെറും 15% മാത്രം. ബാക്കി 85% എന്താണെന്ന് ഇന്നും ശാസ്ത്രലോകത്തിന് പൂർണ്ണമായി അറിയില്ല. അതിലേറ്റവും നിഗൂഢമായ ഒന്നാണ് ഡാർക്ക് മാറ്റർ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ഇരുണ്ടതാണ്. ഇതിന് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനോ ആഗിരണം ചെയ്യാനോ പുറത്തുവിടാനോ കഴിയില്ല. യക്ഷിക്കഥ പോലെ നിഗൂഢവും തലയിൽ കൈവച്ചു പോകുന്ന വിചിത്രമായ യാഥാർത്ഥ്യങ്ങളും നിറഞ്ഞതാണ് പ്രപഞ്ച പഠനവും പ്രപഞ്ച രഹസ്യങ്ങളും. അതിൽ തന്നെ ഏറ്റവും അത്ഭുതകരമായ ഒന്നാണ് ഡാർക്ക് മാറ്റർ. നമുക്ക് ചുറ്റുമുള്ള, എന്നാൽ നമുക്ക് കാണാനോ അറിയാനോ കഴിയാത്ത ഈ പ്രപഞ്ചത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ചേർത്ത് നിർത്തുന്ന മഹാശക്തി. നമുക്കിന്ന് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് സംസാരിക്കാം. എന്നാൽ തുടങ്ങിയാലോ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, താല്പര്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണം, അനുഗ്രഹിക്കണം. നമ്മൾ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയാൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. നാം ഉള്ളത് മിൽക്കി വേ, ക്ഷീരപഥം എന്ന നക്ഷത്രക്കൂട്ടത്തിലാണ്, അഥവാ ഗ്യാലക്സിയിലാണ്. പ്രപഞ്ചത്തിൽ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. സൂക്ഷ്മമായ ആറ്റങ്ങൾ മുതൽ ഭൂമി, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഗ്യാലക്സികൾ എല്ലാം ചലിക്കുന്നു. നമ്മുടെ ഗ്യാലക്സി പുറത്തുനിന്ന് നോക്കിയാൽ ചുറ്റിക്കറങ്ങുന്ന ഒരു ഡിസ്കിൻ്റെ രൂപത്തിലാണ്. ഇതിന് കാരണം ഇതിൻ്റെ കറക്കമാണ്. ഇങ്ങനെ ടെലിസ്കോപ്പിലൂടെ 100 കണക്കിന് ഗ്യാലക്സികളെ കണ്ടെത്തിയിട്ടുണ്ട്, നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ ഗ്യാലക്സികളുടെ കറക്കം സെക്കൻഡിൽ ഏതാണ്ട് 200 കിലോമീറ്റർ വേഗത്തിലാണ്. സെക്കൻഡിൽ 200 കിലോമീറ്റർ കേട്ടോ, വലിയ വേഗതയാണിത്. അതിവേഗം കറങ്ങുന്ന ഒരു ഡിസ്കിൽ കിടക്കുന്ന എന്തും ദൂരേക്ക് തെറിച്ചു പോകുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്യാലക്സികളുടെ അഗ്രത്തുള്ള നക്ഷത്രങ്ങളും സ്വാഭാവികമായി തെറിച്ചു പോകേണ്ടതാണ്. പക്ഷേ അവ തെറിച്ചു പോകുന്നില്ല. എന്താവാൻ കാരണം? നോക്കൂ, നമ്മുടെ ഭൂമി മണിക്കൂറിൽ 1600 കിലോമീറ്റർ വേഗത്തിൽ കറങ്ങുന്നുണ്ട്. അതെ, ഭൂമിയുടെ വേഗത, കറക്കത്തിൻ്റെ വേഗത മണിക്കൂറിൽ 1600 കിലോമീറ്ററാണ്. എങ്കിലും നാം ആരും ഇതിൽ നിന്ന് തെറിച്ചു പോകുന്നില്ലല്ലോ. കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ്. ഈ ബലമാണ് നമ്മെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത്. അതുപോലെ നക്ഷത്രങ്ങളെയും മറ്റ് ഗ്യാലക്സികളിൽ നിന്ന് തെറിച്ചു പോകാതെ ചേർത്ത് നിർത്തുന്ന എന്തോ ഒരു മഹാബലം അവിടെയുണ്ട്. ആ ബലത്തിന് കാരണമായ എന്തോ ഒരു മാറ്റർ, അതിൻ്റെ ഗുരുത്വബലമാണ് അതിന് കാരണം. അതാണ് ഡാർക്ക് മാറ്റർ. ഈ നിരീക്ഷണത്തിലൂടെ നമുക്ക് കാണാനോ അനുഭവിക്കാനോ നേരിട്ട് നിരീക്ഷിക്കാനോ കഴിയാത്ത എന്തോ ഒന്നുണ്ട് എന്നല്ലാതെ അതെത്രയുണ്ട് എന്നൊന്നും അറിയാൻ ഒരു മാർഗവുമില്ല. അതിന് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി തന്നെ വേണം. മാറ്റർ, എനർജി, ഗ്രാവിറ്റി തുടങ്ങി ഫിസിക്സിലെ അടിസ്ഥാന തത്വങ്ങളുടെ അതുവരെയുണ്ടായിരുന്ന അടിസ്ഥാന സങ്കല്പങ്ങളെല്ലാം തന്നെ കീഴ്മേൽ മറിക്കുന്ന ഒരു ശാസ്ത്ര ചരിത്രത്തിലെ മഹാവിപ്ലവമായിരുന്നു ആപേക്ഷികതാ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് റിലേറ്റിവിറ്റി. മാറ്ററും എനർജിയും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്നതാണ് ഇതിലെ ആദ്യത്തെ വിപ്ലവം. മാറ്ററിൽ അടങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ മാറ്റർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എനർജിയെ റിലീസ് ചെയ്താൽ അത് വളരെ വലുതാണ്. അങ്ങനെയാണ് ന്യൂക്ലിയർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. അതിനേക്കാൾ പെട്ടെന്ന് ദഹിക്കാൻ കഴിയാത്ത ഒന്നാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഗ്രാവിറ്റിയെ പറ്റിയുള്ളത്. നമ്മൾ പൊതുവെ ഗ്രാവിറ്റിയെപ്പറ്റി പഠിച്ചിട്ടുള്ളതും ഇപ്പോഴും പഠിക്കുന്നതും പിന്തുടരുന്നതുമായ അറിവെന്താണ്? ഭൂമി അടക്കമുള്ള എല്ലാ പ്രപഞ്ച വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു, ഏതൊരു വസ്തുവിനെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു എന്നൊക്കെയല്ലേ നമ്മുടെ സാധാരണ അനുഭവങ്ങളിലും നിരീക്ഷണങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം എന്നാൽ പ്രപഞ്ച വസ്തുക്കളുടെ പരസ്പര ആകർഷണമല്ല എന്നാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്. അതുമല്ല, സ്പേസ് എന്നാൽ നാം കരുതുന്നത് പോലെ ഒരു ശൂന്യതയല്ല, അതൊരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. അതായത് ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളുമെല്ലാം സ്പേസ് എന്ന സമുദ്രത്തിൽ ഒഴുകി നടക്കുകയാണ്. ഈ പറഞ്ഞത് പൂർണ്ണമായും ഉൾക്കൊള്ളുക എന്നത് പ്രയാസമാണ്. തൽക്കാലം അങ്ങനെയങ്ങ് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയിൽ വേറൊരെണ്ണം നിൽക്കുമ്പോൾ, ഉദാഹരണത്തിന്
വെള്ളത്തിലൊരു പന്ത് കിടക്കുന്നത് പോലെ. ദോശമാവിൽ ഒരു തവിയിട്ടാൽ ആ മീഡിയം വളയില്ലേ, ഇല്ലേ? ഒരു ദോശമാവിലേക്ക് ഒരു തവി ഇങ്ങനെ താത്തിക്കഴിഞ്ഞാൽ ആ മാവ് അങ്ങനെ വളയും. അതിൻ്റെ രൂപം മാറില്ലേ? ആ ഒബ്ജക്റ്റിൻ്റെ വലിപ്പവും ഭാരവും മാറുന്നതിനനുസരിച്ച് ആ വളവിനും മാറ്റമുണ്ടാകില്ലേ? ചെറിയൊരു സ്പൂൺ ഇട്ടാൽ ചെറുതായിട്ട് വളയും, വലിയൊരു തവി ഇട്ടാൽ വലുതായി വളയും. അതുപോലെ അങ്ങനെ ഭൂമി സ്പേസിൽ ഇങ്ങനെ ചൂഴ്ന്ന് കിടക്കുമ്പോൾ സ്പേസിലൊരു വളവുണ്ടാകുമല്ലോ. ആ വളവിലൂടെ മറ്റൊരു ഒബ്ജക്റ്റ് നീങ്ങുമ്പോൾ അത് സ്വാഭാവികമായും വളവിൻ്റെ താഴേക്ക് വരുമല്ലോ. ഇതാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരമുള്ള ഗുരുത്വബലം. സ്പേസിൻ്റെ ഈ വളവും താഴേക്ക് വരുന്ന വസ്തുവിൻ്റെ വേഗതയുമെല്ലാം ഇവയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. പറഞ്ഞല്ലോ, ഇത് പൂർണ്ണമായും മനസ്സിലാക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അകത്തിങ്ങനെ ആണ്ട് മുങ്ങിക്കിടന്നാൽ മാത്രമേ, അങ്ങനെ കുറേ കാലം ഒരു തപസ് പോലെ ഇതിനെ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. നാം ഇവിടെ എടുക്കുന്നത് സ്പേസിൻ്റെ വളവാണ്. ഇത് തെളിയിച്ചിട്ടുണ്ട്. ഒരു മാസീവ് ഒബ്ജക്റ്റിൻ്റെ ചുറ്റുമുള്ള സ്പേസിന് ഇങ്ങനെ ഒരു വളവുണ്ട്. ഈ വളവിൽ കൂടെ പോകുന്ന പ്രകാശവും വളയുമല്ലോ. ഇപ്പോൾ ഒരു ഹൈവേ, ആ വലിയൊരു ഹൈവേ, ആ ഹൈവേക്കൊരു വളവുണ്ടെങ്കിൽ അതുവഴി പോകുന്ന വാഹനങ്ങളും അങ്ങനെ വളഞ്ഞു പോകില്ലേ? അതുപോലെ അങ്ങനെ സൂര്യന് പിന്നിലുള്ള ഒരു നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം വളഞ്ഞ് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്നും മാറി വേറൊരു സ്ഥാനത്തായിരിക്കും കാണുക എന്ന് ഐൻസ്റ്റീൻ പ്രവചിച്ചു. സൂര്യനെയും നക്ഷത്രത്തെയും ഒരുമിച്ച് സാധാരണഗതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. പകല് നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ കഴിയില്ലല്ലോ. എന്നാൽ ഒരു പൂർണ്ണ സൂര്യഗ്രഹണം വരുമ്പോൾ പകലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. അങ്ങനെ 1919 ഒരു പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ തന്നെ സൂര്യൻ്റെ പിന്നിലുള്ള ഒരു നക്ഷത്രത്തെ അദ്ദേഹം പറഞ്ഞ സ്ഥാനത്ത് കൃത്യമായി നിരീക്ഷിച്ചു. അങ്ങനെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം സ്പേസ് വളയുന്നു എന്ന് തെളിയിക്കപ്പെട്ടു. സാധാരണഗതിയിൽ പ്രകാശം സഞ്ചരിക്കുന്നത് നേർരേഖയിലാണ്, സ്ട്രൈറ്റ് ലൈനിലാണ്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രകാശവും വളഞ്ഞ് സഞ്ചരിക്കും. പ്രകാശത്തിൻ്റെ ഒരു പ്രധാന പ്രോപ്പർട്ടിയാണ് റിഫ്രാക്ഷൻ, അപവർത്തനം എന്ന് മലയാളത്തിൽ പറയും. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക്, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമുള്ള രണ്ട് മീഡിയങ്ങളിലൂടെ പ്രകാശം ഇങ്ങനെ പോകുമ്പോൾ, ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അതിൻ്റെ പാത, അതിൻ്റെ റൂട്ട് മാറുന്ന പ്രതിഭാസമാണിത്. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ലെൻസുകൾ ഉണ്ടാക്കുന്നത്. കാര്യം ആ ലെൻസിൻ്റെ പ്രത്യേക ഷേപ്പ് കാരണം ഈ വളവുണ്ടാകുമ്പോഴാണ് ആ പ്രകാശം വളയുന്നതും പ്രകാശം ഫോക്കസ് ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ പ്രകാശത്തിൻ്റെ ഈ പ്രോപ്പർട്ടിയെ, അതായത് ഇങ്ങനെ വഴിമാറി വളഞ്ഞ് സഞ്ചരിക്കുന്ന സ്വഭാവത്തിനെ ലെൻസിങ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇതുപയോഗിച്ചാണ് ലെൻസുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഗുരുത്വം, ഗ്രാവിറ്റി കാരണമുള്ള വളയലിനെ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്നാണ് പറയുക. വാനനിരീക്ഷകർ തുടർച്ചയായി നടത്തിയ നിരീക്ഷണങ്ങളിലൂടെ ഈ ഗ്രാവിറ്റേഷണൽ ലെൻസിങ്ങും കൂടി വന്നപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞു മറിയാൻ തുടങ്ങിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലെൻസിങ്ങാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഉദാഹരണത്തിന്, സൂര്യൻ്റെ സമീപത്തുകൂടി വരുന്ന പ്രകാശം, സൂര്യൻ്റെ മാസ് എത്രയാണ് എന്ന് നമുക്കറിയാം. അത് കാരണമുണ്ടാകുന്ന പ്രകാശത്തിൻ്റെ വളയൽ അഥവാ ലെൻസിങ് എത്രയാണെന്നും നമുക്ക് കണക്ക് കൂട്ടാം. ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ ഒബ്ജക്റ്റിനും ഒരു ലെൻസിങ് ഉണ്ട്. അത് ആ പ്രപഞ്ചഗോളത്തിൻ്റെ സിഗ്നേച്ചറാണ്. അങ്ങനെ മാസ് കൃത്യമായി അറിയാവുന്ന ഒരു നക്ഷത്രത്തിൻ്റെ ലെൻസിങ്ങും നമുക്കറിയാം. സപ്പോസ് അത് 10 ആണെന്നിരിക്കട്ടെ. പക്ഷേ നിരീക്ഷിച്ചപ്പോൾ കിട്ടിയ ലെൻസിങ് 20 30 ആണെങ്കിൽ എന്താണ് അതിനർത്ഥം? ലെൻസിങ് കൂട്ടാനുള്ള എന്തോ ഒരു സാധനം അവിടെ ഉണ്ട് എന്നല്ലേ? അതിന് ഭീകരമായ മാസുണ്ട് എന്നല്ലേ? അതുപോലെ ഇത്ര വളരെയധികമായി പ്രകാശത്തെ വളയ്ക്കണമെങ്കിൽ അത്ര വലിയ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അവിടെയുണ്ട് എന്ന് തന്നെയല്ലേ? അതാണ് ഡാർക്ക് മാറ്റർ. കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഒരു 30,000 35,000 രൂപയൊക്കെ ശമ്പളമുള്ള ഒരു സാധാരണക്കാരൻ്റെ ജീവിതമൊന്ന് വിലയിരുത്തി നോക്കാം. അയാൾക്ക് ഹൗസിംഗ് ലോൺ, വീട്ടു ചെലവുകൾ, വെഹിക്കിൾ ലോൺ ഒക്കെ കഴിഞ്ഞ് എത്ര കയ്യിലുണ്ടാകും? അയാൾക്കൊരു 2 വീലർ, ഏറിയാൽ ഒരു മാരുതി കാർ, എൻട്രി ലെവൽ കാർ, ഇത്രയൊക്കെ കാണും. ഈ മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം ഒരു BMW കാർ വാങ്ങിയാൽ, അല്ലെങ്കിൽ നഗരമധ്യത്തിൽ ഒരു 20 സെൻറ്റ് സ്ഥലം വാങ്ങിയാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അയാൾക്ക് മറ്റെന്തോ ഒരു വരുമാനമുണ്ട് എന്നല്ലേ?
അതുപോലെ സാധാരണ വളയുന്നതിനപ്പുറത്തേക്ക് ലൈറ്റ് വളഞ്ഞാൽ അതിനർത്ഥം അതിനെ വളയ്ക്കാൻ ശേഷിയുള്ള എന്തോ ഒന്ന് അവിടെ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു എന്നല്ലേ. ഈ ഗ്രാവിറ്റേഷണൽ ലെൻസിങ്ങിലെ വ്യത്യാസം മനസ്സിലാക്കി കണക്ക് കൂട്ടിയപ്പോഴാണ് ശാസ്ത്രലോകം അന്തം വിട്ട് നിന്നുപോയത്. ഈ പ്രപഞ്ചത്തിലെ മാറ്ററിൽ 85-90% ഡാർക്ക് മാറ്ററാണത്രേ. എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും നാം അറിയാതെ നമ്മേക്കാളൊക്കെ ഭീമമായ അളവിൽ അദൃശ്യമായി മറ്റെന്തൊക്കെയോ ഉണ്ട്. ഇങ്ങനെ കാണാനോ തൊടാനോ ഒന്നും സാധിക്കാത്തത് കൊണ്ടാണ് ഇവനെ ഡാർക്ക് മാറ്റർ എന്ന് വിളിച്ചത്. ഇങ്ങനെ അമൂർത്തമായ ഒരു ഐഡിയ മാത്രമേ ഡാർക്ക് മാറ്ററിനെ പറ്റി ഇപ്പോഴും ഉള്ളൂ. ഇനി ഈ ലെൻസിങ് സംഭവിക്കുന്നത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിയില്ല. പണ്ട് ഇതുപോലൊരു കൺസെപ്റ്റുമായി ശാസ്ത്രലോകം ഏറെ അലഞ്ഞിട്ടുണ്ട്. അവിടെയും കഥാപാത്രം ലൈറ്റ് തന്നെ. ലൈറ്റ് സഞ്ചരിക്കുന്നത് തരംഗ രൂപത്തിൽ വേവ്സ് ആയിട്ടാണ് എന്ന സിദ്ധാന്തമായിരുന്നു ഏറെ സ്വീകരിക്കപ്പെട്ടത്. പക്ഷേ ഇവിടെ വേറൊരു കുഴപ്പമുണ്ട്. തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു മീഡിയം വേണം. ശബ്ദതരംഗങ്ങൾ പോകാൻ വായു വേണം. ഇപ്പോൾ വായു ഉണ്ടെങ്കിലേ ഞാൻ പറയുന്നത് വേറൊരാൾ കേൾക്കുകയുള്ളൂ. ഞങ്ങളുടെ ഇടയ്ക്ക് വായു ഇല്ലെങ്കിൽ ശബ്ദം കേൾക്കില്ല. കാര്യം വായുവിൻ്റെ പ്രകമ്പനങ്ങൾ, വായുവിൻ്റെ വൈബ്രേഷൻസാണ് ശബ്ദം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ വൈബ്രേഷനാണ് വേവ്സ്, തരംഗങ്ങൾ. പ്രകാശം തരംഗമാണെങ്കിൽ എങ്ങനെ സൂര്യനിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നുമൊക്കെ പ്രകാശം ഭൂമിയിലെത്തുന്നു? അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു മീഡിയം നിറഞ്ഞിരിക്കുന്നുണ്ട്. ആ മീഡിയത്തിലൂടെയാണ് പ്രകാശവും പ്രപഞ്ചഗോളങ്ങളും സഞ്ചരിക്കുന്നത്. ആ മീഡിയത്തിന് ഈഥർ എന്നൊരു പേരും അങ്ങോട്ടിട്ടു. പിന്നെ 10-200 കൊല്ലം ശാസ്ത്രലോകം മുഴുവൻ ഈഥറിനെ കണ്ടെത്താനുള്ളൊരു പരക്കം പാച്ചിലായിരുന്നു. പക്ഷേ ഇല്ലാത്തൊരു സാധനത്തിനെ കണ്ടെത്താൻ കഴിയില്ലല്ലോ. ഈഥറിനെ കണ്ടെത്താനുള്ള സർവ്വ പരീക്ഷണങ്ങളും പരാജയപ്പെട്ടു. ഒടുവിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അവതരിപ്പിച്ച് പ്രകാശമെന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളാണ് എന്ന് തെളിയിച്ചു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ എല്ലാ പ്രത്യേകതകളും ഉണ്ടെങ്കിലും സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണ് ഈഥർ എന്ന പിടികിട്ടാപ്പുള്ളിയെ ശാസ്ത്രലോകം പടിയടച്ച് പിണ്ടം വെച്ചത്. അന്ന് ഈഥറിന് പിന്നാലെ പരക്കം പാഞ്ഞതിന് സമാനമായ ഒരു ഭ്രാന്ത് പിടിച്ച അന്വേഷണമാണ് ഡാർക്ക് മാറ്റർ കണ്ടെത്താൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രധാനമായും ADMX അഥവാ ആക്സിയോംസ് ഡാർക്ക് മാറ്റർ എക്സ്പെരിമെൻ്റാണ്. ഒരു പദാർത്ഥത്തെ വിഭജിച്ച് മുറിച്ച് പോകുമ്പോൾ നാം എവിടെയാണ് എത്തിച്ചേരുക? അടിസ്ഥാന കണങ്ങൾ അല്ലേ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അതിനപ്പുറത്ത് ക്വാർക്കുകൾ, സബാറ്റോമിക് കണങ്ങൾ. ഈ മേഖലയിൽ ഗവേഷണം നടത്തവേ അവിടെ ചില കണങ്ങളുടെ സാധ്യത കണ്ടെത്തി. പക്ഷേ അവയെ കിട്ടിയില്ല. ഉണ്ടെന്ന് മനസ്സിലായി, പക്ഷേ സാധനത്തിനെ കാണാനില്ല. ഇവയ്ക്ക് ആക്സിയോം എന്ന പേരിട്ടു. ഇത് ഒന്നിനോടും റിയാക്ട് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ ഒന്നുണ്ട് എന്ന് പല നിരീക്ഷണങ്ങളിൽ നിന്നും കാൽക്കുലേഷനുകളിൽ നിന്നും ഉറപ്പായി. അപ്പോൾ ഈ ഡാർക്ക് മാറ്ററിൻ്റെ പ്രധാന ഘടകം ആക്സിയോംസ് ആയിരിക്കും എന്നും ഉറപ്പിച്ചു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവനെയൊന്ന് പിടികൂടിയാൽ ഡാർക്ക് മാറ്ററിലേക്ക് എത്താൻ കഴിയും. അതിനുവേണ്ടിയുള്ള പരീക്ഷണമാണിത്. വളരെ ശക്തിയേറിയ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടന്നുപോയാൽ ഈ പാർട്ടിക്കിൾ, ഈ ആക്സിയോംസ്, ഫോട്ടോണുകൾ, പ്രകാശരശ്മികൾ പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ഫോട്ടോണുകളെ പിടിച്ചെടുത്ത് ആക്സിയോമിലേക്ക് എത്തുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ ഇതുവരെ ഇത് വിജയിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ആക്സിയോമുകളെ പിടികൂടിയാൽ അത് ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും ഐതിഹാസികമായൊരു കണ്ടെത്തലായിരിക്കും. അതിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനും സ്റ്റെബിലിറ്റിക്കും കാരണമായ ഡാർക്ക് മാറ്ററിലേക്ക് എത്തിയാൽ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ചും പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ ഭാവിയെക്കുറിച്ചും എല്ലാമുള്ള നമ്മുടെ അറിവുകൾ മറിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മറ്റൊരു മഹാവിപ്ലവത്തിലേക്ക് ലോകം കാതോർത്ത് നിൽക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുമല്ലോ. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.